വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരള സർക്കാർ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില തസ്തികകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കേരള സർക്കാരിൻ്റെ തസ്തികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആമുഖമായിട്ട് പറയുവാനുള്ളത് 2024 ജനുവരി മാസം കേരള സർക്കാർ, അതായത് കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത സമയമാണ്. മാത്രമല്ല, ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ഓരോ തസ്തികയിലോട്ടും നിരവധി വാക്കൻസികൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കീഴിൽ സുരക്ഷിതമായ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സുവർണ അവസരം കൃത്യമായ ഒരു പരിശീലനത്തോടുകൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സർക്കാർ ജോലി നേടുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ സർക്കാരിൻ്റെ ജോലി എളുപ്പത്തിൽ നേടിയെടുക്കുക എന്ന ഒരു സാഹചര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കേരള PSC ധാരാളം വേക്കൻസികളോട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആമുഖമായിട്ട് ഉദ്യോഗാർത്ഥികളോട് പറയുവാനുള്ളത്, കേരള PSC വിളിക്കുന്ന ഓരോ വേക്കൻസികളും കൃത്യമായി നിങ്ങളെ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും 4 തസ്തികകളെക്കുറിച്ച്, അതായത് 7ാം ക്ലാസ് 10ാം ക്ലാസ് +2 വരെയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 4 തസ്തികകളാണ് വിവരിക്കുവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇനിയും അപേക്ഷ നൽകാത്തവർ ഒരു പെണ്ണെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കാറ്റഗറി നമ്പർ എഴുതി വെച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന tulasi.psc.kerala.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ യൂസർ ID യും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് വൈഡും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസും, അതായത് നിങ്ങൾ ജസ്റ്റ് താഴെ ഞാൻ കാണിക്കുന്ന 4 കാറ്റഗറിയുടെയും കാറ്റഗറി നമ്പർ ഡയറക്റ്റ് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ PSCയുടെ വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേവലം ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്കറിയാം, LDC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തസ്തികയുടെ ലാസ്റ്റ് ഡേറ്റ് തീരുമാനിച്ചത് ഇന്ന് ജനുവരി 5-ാം തീയതി വരെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറ്റ് വളരെ ബിസി ആയതുകൊണ്ട് തന്നെ ചില നോട്ടിഫിക്കേഷൻ, ചില തസ്തിക കാണാത്ത ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് PSCയുടെ വെബ്സൈറ്റിൻ്റെ ഒരു സെർവർ ഇഷ്യൂ മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 4 തസ്തിക ഇന്ന് തന്നെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, കാറ്റഗറി നമ്പർ 535/2023. അപ്പോൾ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാറ്റഗറി നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പോസ്റ്റിൻ്റെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആണ്. അതായത് 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഇതിൻ്റെ സാലറി നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം. 23,000 മുതൽ 50,200 വരെ സാലറി ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനമുണ്ടെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, കാരണം അതായത് കേരള PSC വിളിക്കുന്ന സമയത്തും നിരവധി വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് ലാസ്റ്റ് ഗ്രേഡ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഷുഡ് ഹാവ് പാസ്ഡ് സ്റ്റാൻഡേർഡ് 7 ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്വേർഡ് ഗ്രാജുവേഷൻ. അതായത് മിനിമം നിങ്ങൾ 7ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, അതായത് 7ാം ക്ലാസ്സിൻ്റെ മുകളിൽ 10ാം ക്ലാസ്സിൻ്റെ മുകളിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത 7ാം ക്ലാസ് മിനിമം യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട്, കാരണം ഈ ഒരു മേഖലയിൽ വളരെ കോമ്പറ്റീഷൻ കുറവുമായിരിക്കും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഹയർ സെക്കൻഡറിയും ഗ്രാജുവേഷനുമുള്ള സാഹചര്യത്തിൽ കേവലം 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത്രയും ഡിമാൻഡ് കുറഞ്ഞ ഒരു തസ്തികയാണ്. മാത്രമല്ല ഏജ് നിങ്ങൾ നോക്കേണ്ടത് 18 മുതൽ 36 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു തസ്തിക ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ അപേക്ഷിക്കാത്തവർ ഈ കാറ്റഗറി നമ്മൾ ടൈപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട തസ്തിക നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് കേരള PSC നിലവിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്, അതായത് ഓഫീസ് അറ്റൻഡൻറ്റ്. അതായത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരള PSC വിളിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് ഓഫീസ് അറ്റൻഡൻറ്റ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് നോക്കുക, 587/2023. ഡയറക്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 31 വരെ, ജനുവരി
മുതൽ 31 വരെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ തസ്തികകളും 31 വരെ ടൈമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേജസ് നോക്കാം. 23,000 മുതൽ 50,200 വരെ സാലറി ഉണ്ട്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നേരത്തെ പോലെ തന്നെ 18 മുതൽ 36 വരെയാണ്. OBC വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഏജിലെ ഇളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓഫീസ് അറ്റൻഡൻ്റ് ക്വാളിഫിക്കേഷൻ നോക്കുക. ജസ്റ്റ് SSLC പാസ്സായാൽ മാത്രം മതി. അപ്പോൾ വളരെ അതായത് കേവലം SSLC ക്വാളിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും എളുപ്പത്തിൽ ഒരു സർക്കാർ ജോലി എന്ന രീതിയിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് ഓഫീസ് അറ്റൻഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയ എളുപ്പത്തിൽ ഇപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ജോലിയിലോട്ട് പ്രവേശിക്കുവാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട തസ്തിക നമുക്ക് നോക്കാം. അതായത് കേരള പോലീസ്, അതായത് ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 593/2023 കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ഓർ ആംഡ് പോലീസ് ബറ്റാലിയൻ, ഇതാണ് തസ്തികയുടെ പേര്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 31/1/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലെ ഒരു പോലീസ് ആകാൻ താല്പര്യമുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അത്തരത്തിൽ പോലീസ് ആകുക എന്ന ലക്ഷ്യമുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മികച്ച ഒരു അവസരവുമായിട്ടാണ് കേരള PSC ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള, അതായത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന് മുമ്പേ സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക. 31,100 സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് 66,800 വരെ സാലറി ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് പോലീസ് കോൺസ്റ്റബിൾ. കാരണം നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും പോലീസ് എന്നുള്ള ഒരു പാഷനുള്ളവരുണ്ടാവാം. അത്തരത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് ഈ ഒരു തസ്തിക അപേക്ഷ കൊടുത്ത് എളുപ്പത്തിൽ തന്നെ, കാരണം ഫിസിക്കലി ഫിറ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ മത്സരത്തിൽ ഫീൽഡായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റിട്ടൺ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് തസ്തികയിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വുമൺ ക്യാൻഡിഡേറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ആപ്ഡ് ക്യാൻഡിഡേറ്റ്സ് ഈ ഒരു തസ്തികക്ക് എഴുതുവാൻ സാധിക്കുന്നില്ല. നേരത്തെ വിമൻസ് വിഭാഗം പോലീസ് കോൺസ്റ്റബിൾ അപേക്ഷ വിളിച്ചിരുന്നു. അത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, അത് 5-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുത്തിട്ടുണ്ടാകാം. ഇനി ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകൾ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾ വരെ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. ഇനി ശ്രദ്ധിക്കുന്ന കാര്യം, ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 18 മുതൽ 26 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 26 എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1997 ആൻഡ് 1/1/2005 ജനിച്ചിട്ടുള്ളവർക്ക് ഈ പറയുന്ന തസ്തികയിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞാൽ ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ. മിനിമം ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഈ പോലീസ് ബറ്റാലിയൻ പോസ്റ്റിലോട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫിസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈറ്റ് മിനിമം 168 സെൻറ്റിമീറ്ററും അതേപോലെ ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്റർ ആണ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നോർമലി 81 സെൻറ്റിമീറ്ററാണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ വിഷൻ, കാഴ്ചശക്തി കൃത്യമായിട്ട്, അതായത് ഡിസ്റ്റൻസ് വിഷൻ, ഇതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ വിഷൻ, അതായത് കാഴ്ച സംബന്ധമായിട്ട് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ നേരിടേണ്ട പ്രധാനപ്പെട്ട, അതായത് 5 ഈവൻറ്റ്സ്, ഇതിൽ നിങ്ങൾ ഏകദേശം 8ഓളം ഈവൻറ്റ്സ് റിപ്പോർട്ട്, അതിൽ നിങ്ങൾ 5 ഈവൻറ്റ്സ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അതായത് 100 നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതേപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ. ഇതിൽ നിങ്ങൾക്ക് കാണുന്ന ഏതെങ്കിലും 5 ഈവൻറ്റ്സ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഫിസിക്കലി കോമ്പറ്റീഷൻ കൂടി ഈ ഒരു തസ്തികയിലുണ്ട്. ഇത്രയാണ് പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 തസ്തികകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ അപേക്ഷിക്കാത്തവർ ഇന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. PSCയുടെ വെബ്സൈറ്റ് ചില സമയങ്ങളിൽ സെർവർ ബിസി ആയതുകൊണ്ട് പലർക്കും കിട്ടാത്ത സാഹചര്യം വരും. അതുകൊണ്ട് പരമാവധി നൈറ്റിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഇനി അങ്ങോട്ട്, അതായത് 5-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള പല തസ്തികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വെബ്സൈറ്റ് വളരെയധികം ബിസി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപേക്ഷ ലോഗിൻ ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും PSCയുടെ ഭാഗത്ത് നിന്നുള്ള പുതിയ തസ്തികയിലോട്ടുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.